ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ മെത്തേഡ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസോളിഡേഷൻ ടെസ്റ്റിൽ നമ്മൾ വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഫസ്റ്റ് വൺ ഈസ് ഹൈറ്റ് ഓഫ് സോളിഡ്സ് മെത്തേഡ് ആൻഡ് ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ മെത്തേഡ്. ഫസ്റ്റ് വണ്ണിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. നമ്മൾ കഴിഞ്ഞ ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ സെയിം എക്സാമ്പിളാണ്. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത്. പ്രോബ്ലം നോക്കാം. ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് initial height of the sample is 25 mm and area of the soil sample is 50 centimeter square and its volume is 125 ml and the dry weight is given as 190.24 gram and G. What is G? It is specific gravity of soil solids. It is given as 2.67 and WF, that is final water content, at the end of test equal to 24.94%, and we have to find out the void ratio corresponds to each pressure increment. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓരോ പ്രഷർ ഇൻക്രിമെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോയിഡ് റേഷ്യോ നമുക്ക് കണ്ടെത്തണം ഈ ഒരു ഡാറ്റ ഉപയോഗിച്ചിട്ട്. അപ്പോൾ കൺസോളിഡേഷൻ ടെസ്റ്റിൻ്റെ ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്. ഒബ്സർവേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുള്ള സെയിം ഒബ്സർവേഷൻ തന്നെയാണ്. സീറോക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 490, 10 kN/m², കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയൽ ഗേജ് റീഡിങ് 482, 20 കറസ്പോണ്ടിങ് 470. അങ്ങനെ ലാസ്റ്റ് ലോഡ് റിലീസ് ചെയ്യുമ്പോൾ സീറോക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയൽ ഗേജ് റീഡിങ് എന്താണ്? ഇറ്റ് ഈസ് 364. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്താണ് ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ കണ്ടെത്തണം. അപ്പോൾ ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ നമ്മൾ എങ്ങനെ കണ്ടെത്തും? അതിനുള്ള ഇക്വേഷൻ ഇതാണ്. ഡെൽറ്റ ഇ ഈക്വൽ ടു, ഇക്വേഷൻ നിങ്ങൾ നേരത്തെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡെൽറ്റ ഇ ഈക്വൽ ടു 1 + EF ഡിവൈഡഡ് ബൈ HF ഇൻറ്റു ഡെൽറ്റ എച്ച്. EF എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഫൈനൽ വോയിഡ് റേഷ്യോ. HF എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഫൈനൽ ഹൈറ്റ് ഓഫ് ദി സാമ്പിൾ. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ തിക്നെസ് കറസ്പോണ്ട്സ് ടു ഈച്ച് പ്രഷർ ഇൻക്രിമെൻറ്റ്. അപ്പോൾ നമ്മൾ EF എങ്ങനെ കണ്ടുപിടിക്കും? EF ഈക്വൽ ടു WF ഇൻറ്റു G. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഇക്വേഷന് നമ്മൾ ഡെൽറ്റ ഇ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം HF കണ്ടെത്തണം. അപ്പോൾ HF നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്, ജസ്റ്റ് ഒന്ന് കാണിക്കാം. ആദ്യം ഡയൽ ഗേജ് റീഡിംഗ് ആണ്. ഓരോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയൽ ഗേജ് റീഡിങ് തന്നിട്ടുണ്ട്. അപ്പോൾ 0 to 10 ഡയൽ ഗേജ് റീഡിങ് 490 to 482 ചേഞ്ച് ചെയ്തു. അപ്പോൾ ചേഞ്ച് ഇൻ തിക്നെസ് എന്ന് പറഞ്ഞാൽ 482 - 490 ഡിവൈഡഡ് ബൈ 100, ദാറ്റ് ഈസ് -0.08. 10 to 20 എങ്ങനെ ചെയ്തിട്ടുള്ള 482 470. അപ്പോൾ ചേഞ്ച് ഇൻ തിക്നെസ് എന്ന് പറഞ്ഞാൽ 470 - 482 by 100, ദാറ്റ് ഈസ് -0.12. അങ്ങനെ നമ്മൾ
ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്തു. ചേഞ്ച് ഇൻ തിക്നെസ് ഓരോന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ തിക്നെസ് എന്തൊക്കെ കിട്ടി? -0.08, -0.12, -0.39, -0.41, -0.47, -0.48, -0.46 and positive 1.15. അപ്പോൾ ചേഞ്ച് ഇൻ തിക്നെസ് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റ് ഓഫ് ദി സാമ്പിൾ അറ്റ് ഈച്ച് പ്രഷർ ഇൻക്രിമെൻറ്റ്. അപ്പോൾ ഇനീഷ്യൽ ഹൈറ്റ് എത്രയാണ് നമുക്ക് തന്നിട്ടായിരുന്നത്? ഇറ്റ് ഈസ് 25 mm. അപ്പോൾ ചേഞ്ച് ഇൻ തിക്നെസ് അറിയാം. അപ്പോൾ ഇനീഷ്യൽ തിക്നെസ് 25 mm ആണ്. അപ്പോൾ 0 to 10 ആയപ്പോൾ ചേഞ്ച് എത്ര വന്നു? -0.08 mm ചേഞ്ച് വന്നു. അപ്പോൾ അതിൻ്റെ 10ലുള്ള അതിൻ്റെ തിക്നെസ് എന്തായിരിക്കും? 25 മൈനസ് 0.08, ദാറ്റ് ഈസ് 24.92. അപ്പോൾ 10ൽ എത്തിയപ്പോൾ ആ ഹൈറ്റ് ഓഫ് സാമ്പിൾ എത്രയാണ്? ഇറ്റ് ഈസ് 24.92. അപ്പോൾ 24.92. അപ്പോൾ 10 20യിലോട്ട് പ്രഷർ ചേഞ്ച് ചെയ്യുമ്പോൾ തിക്നെസ് എത്ര ചേഞ്ച് വരുന്നുണ്ട്? ഇറ്റ് ഈസ് -0.12 ആണ്. ദാറ്റ് ഈസ് 24.92 എത്ര ചേഞ്ച് വരുന്നുണ്ട്? 20യിലോട്ട് വരുമ്പോൾ -0.12, ദാറ്റ് ഈസ് 24.92 മൈനസ് 0.12, ദാറ്റ് ഈസ് 24.8. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ള എല്ലാ തിക്നെസ്സും ഓരോ പ്രഷർ ഇൻക്രിമെൻറ്റിന് കറസ്പോണ്ടിങ്സ് ആയിട്ടുള്ള തിക്നെസ് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യും. അപ്പം നമുക്ക് അവസാന തിക്നെസ് നമുക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടുന്ന അവസാന തിക്നെസ് എത്രയാണ്? ഈസ് 23.74. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. നമുക്ക് ഇതൊക്കെ ചെയ്തത് ഈ ഒരു മെത്തേഡിൽ ഇതൊക്കെ ചെയ്തത് നമ്മൾ എന്തിനാണ്? HF കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ ഇൻ്റെ ഇക്വേഷൻ എന്താണ്? വാട്ട് ഈസ് ഡെൽറ്റ ഇ? ഡെൽറ്റ ഇ ഈക്വൽ ടു 1 പ്ലസ് EF ഡിവൈഡഡ് ബൈ HF ഇൻറ്റു ഡെൽറ്റ എച്ച്. അപ്പോൾ ഡെൽറ്റ എച്ച് വാല്യൂ കണ്ടെത്തി, നമ്മൾ HF വാല്യൂ കണ്ടെത്തി. ഇനി EF വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. EF എന്ന് പറഞ്ഞാൽ എന്താണ്? EF ഈക്വൽ ടു WF ഇൻറ്റു G. WF വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് 24.94. അപ്പോൾ 24.94% ആണ്. അപ്പോൾ നമ്മൾ 100/100 ചെയ്യും, പെർസെൻറ്റിലായതുകൊണ്ട്. അപ്പോൾ 24.94/100 ഇൻറ്റു 2.67. വാല്യൂ എത്ര കിട്ടും? 24.94 ഡിവൈഡഡ് ബൈ 2.67. വാല്യൂ എത്ര കിട്ടുന്നുണ്ട്? EF ഈക്വൽ ടു 0.24.94/100 എന്ന് പറഞ്ഞാൽ 0.2494 ഇൻറ്റു 2.67. You will get the value EF equal to 0.666. അപ്പോൾ EF കിട്ടി, HF കിട്ടി. ഇനി നമുക്ക് ഓരോ പ്രഷർ ഇൻക്രിമെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ ഇ വാല്യൂ കണ്ടെത്തണം. അപ്പോൾ ഡെൽറ്റ ഇ വാല്യൂ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ഇ ഈക്വൽ ടു 1 പ്ലസ് EF ബൈ HF ഇൻറ്റു ഡെൽറ്റ എച്ച്. 1 പ്ലസ് EF എത്രയാണ്? EF എത്രയാണ് നമ്മൾ കണ്ടെത്തിയത്? ഇറ്റ് ഈസ് 1 പ്ലസ് 0.66. 1 plus 0.66 divided by HF, that is 23.74 into ഡെൽറ്റ എച്ച്. നമ്മൾ ഓരോ പ്രഷർ ഇൻക്രിമെൻറ്റിലുള്ള ഡെൽറ്റ എച്ച് വാല്യൂസ് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷനിലോട്ട് പുട്ട് ചെയ്യാം. അപ്പോൾ ഡെൽറ്റ എച്ച് വാല്യൂ ഫസ്റ്റ് കേസിൽ ഡെൽറ്റ എച്ച് വാല്യൂ എന്ന് പറഞ്ഞാൽ 1.15. അപ്പോൾ നമുക്ക് ഡെൽറ്റ എച്ചിന് പകരം എന്ത് കൊടുക്കും? ഇവിടെ
1.15 കൊടുക്കും. ദാറ്റ് ഈസ് ഇവിടെ എത്ര കിട്ടും? ഇറ്റ് ഈസ് പോസിറ്റീവ് 0.081. ഈ നെക്സ്റ്റ് കേസിൽ താഴത്തു നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവുക, താഴത്തു നിന്ന് മുകളിലോട്ടായിട്ട്. ഇനി നെക്സ്റ്റ് 640 കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ എച്ച് വാല്യൂ എന്താണ്? -0.46. അപ്പോൾ ഡെൽറ്റ എച്ചിന് എന്ത് കൊടുക്കും? -0.46. -0.46. 1.66, 1 plus 0.66 divided by 23.74 into 0.46. You will get the value എത്ര കിട്ടും? 0.32. ഇനി ഇതുപോലെ തന്നെ 1 plus 0.66 divided by 23.74 into -0.48. You will get the value 0.034. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യും? 1 plus 0.66 divided by 23.74 into 0.47. You will get the value -0.43. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ വാല്യൂസും കണ്ടെത്തും, ഡെൽറ്റ ഇ വാല്യൂസ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ ഇ വാല്യൂസ് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇ എഫ്, ഏറ്റവും അവസാനമുള്ള ഫൈനലായിട്ടുള്ള വോയിഡ് റേഷ്യോ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ആദ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇ എഫ് എങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? ഇ എഫ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ഇക്വേഷൻ EF equal to WF into G. നമുക്ക് എത്ര വാല്യൂ കിട്ടി? ഇറ്റ് ഈസ് 0.666 എന്ന വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 0.66. ഇനി നമ്മൾ ബാക്ക്വേർഡ് ഇടണം, താഴെ നിന്ന് മുകളിലോട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഡെൽറ്റ ഇ വാല്യൂ ഓരോ പ്രഷർ ഇൻക്രിമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇ എഫ് വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇ എഫ് വാല്യൂ 0.66. അപ്പോൾ 640 0 ആയപ്പോൾ, ഫസ്റ്റ് കേസ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. 640 0 ആയപ്പോൾ ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ എത്രയാണ്? ഇറ്റ് ഈസ് പോസിറ്റീവ് 0.081. ഇപ്പോൾ ഏതോ ഒരു വാല്യൂന്ന് 0.081 ആഡ് ചെയ്തതാണ് എന്ത്? 0.666 എന്ന് പറഞ്ഞ വാല്യൂ. അപ്പോൾ നമുക്ക് 640 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോയിഡ് റേഷ്യോ എങ്ങനെ കണ്ടെത്തും? 0.666 minus 0.081. that you will get value എത്ര കിട്ടുന്നുണ്ട്? ഇറ്റ് ഈസ് 0.585. ഇനി 320 640 പ്രഷർ ചേഞ്ച് ചെയ്യുമ്പോൾ ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ എത്രയാണ്? ഇറ്റ് ഈസ് -0.032. ദാറ്റ് ഈസ് ആദ്യമുള്ള വോയിഡ് റേഷ്യോ 0.032 കുറഞ്ഞ വാല്യൂ ആണ് എന്ത്? ഇറ്റ് ഈസ് 0.585. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള 320 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോയിഡ് റേഷ്യോ കണ്ടെത്തും. ദിസ് വാല്യൂ 0.585 plus 0.032. that is you will get the value 0.617. അപ്പോൾ 0.617 ആയി കിട്ടി. അപ്പോൾ 0.617 വാല്യൂ കിട്ടി. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 160 320 ചേഞ്ച് ചെയ്യുമ്പോൾ, പ്രഷർ ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ ഇ വാല്യൂ, ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് -0.34. ദാറ്റ് മീൻസ് എന്താ അർത്ഥമാക്കുന്നത്? ഈ 617 എന്നുള്ള വാല്യൂ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? അപ്പോൾ ഏതോ ഒരു വാല്യൂന്ന് 0.034 എന്നുള്ള വാല്യൂ കുറഞ്ഞ വാല്യൂ ആണ് എന്താ? 0.617. അപ്പോൾ 160 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോയിഡ് റേഷ്യോ എങ്ങനെ കണ്ടെത്തും? 0.617 plus 0.034. that you will get 0.65. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം?
നിങ്ങൾ ബാക്കിയുള്ള എല്ലാ വോയിഡ് റേഷ്യോ കണ്ടെത്താം. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ വോയിഡ് റേഷ്യോ എത്ര കിട്ടും? ഇറ്റ് ഈസ് 0.754 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാ വോയിഡ് റേഷ്യോ നമുക്ക് എന്ത് ചെയ്യും? ഇതുപോലെ കണ്ടെത്താൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഡെൽറ്റ ഇ ബാക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഡെൽറ്റ ഇ ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അടുത്തുള്ള വാല്യൂ എന്ത് ചെയ്യുക? നമ്മൾ മൈനസ് ചെയ്യുക. ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ ഈ വാല്യൂ എന്ത് ചെയ്യുക? ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള വാല്യൂ കിട്ടണമെങ്കിൽ ദാറ്റ് ഈസ് 0.66. ഇവിടെ പോസിറ്റീവ് ആയിട്ട് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 0.666 മൈനസ് 0.81. ഈ വാല്യൂ കിട്ടി. ഈ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 0.585 നെഗറ്റീവ് ആയിട്ട് ഒന്ന് കൂട്ടുക. 0.617 കിട്ടും. ഈ വാല്യൂ കിട്ടണമെങ്കിൽ ഇതിന് മുകളിലുള്ള വാല്യൂ കിട്ടണമെങ്കിൽ 0.617 നെഗറ്റീവ് ആയിട്ട് പ്ലസ് 0.034 ഈക്വൽ ടു 0.651. അപ്പോൾ നമ്മൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കിട്ടി? വോയിഡ് റേഷ്യോ കിട്ടി. അപ്പോൾ നമ്മൾ പ്രോബ്ലം സോൾവ് ആയി. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഈ മൊഡ്യൂളിൽ ഒരു 2 പ്രോബ്ലം കൂടി ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് ടൈലേഴ്സ് മെത്തേഡ് ആൻഡ് കാസഗ്രാൻ്റെ മെത്തേഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പം നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ എന്ത് ചെയ്യാം? ഒരു സെമി ലോ ഗ്രാഫും അതുപോലെ തന്നെ സാധാരണ ഒരു ഗ്രാഫ് നിങ്ങൾ കയ്യിൽ കരുതുക. അപ്പോൾ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്ത ആ ഗ്രാഫ് വരച്ചിട്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഒരു സെമി ലോ ഗ്രാഫ് കയ്യിൽ കരുതുക. നമുക്ക് ഗ്രാഫ് വരയ്ക്കേണ്ടി വരും. അതിനനുസരിച്ചുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.